എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ലതായിട്ട് പഴുത്ത 2 വലിയ ഏത്തപ്പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതേ രീതിയിൽ ചരിച്ച് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഒത്തിരി അങ്ങ് തിന്നായിട്ട് മുറിക്കേണ്ട കേട്ടോ. ഇതേ രീതിയിൽ കുറച്ച് കട്ടിക്ക് വേണം മുറിച്ചെടുക്കാൻ. ഇതേ രീതിയിൽ 2 ഏത്തപ്പഴവും മുറിച്ചെടുക്കണം. ഈ കട്ടിക്ക് വേണം ഏത്തപ്പഴം മുറിച്ചെടുക്കാം കേട്ടോ. ഇതുണ്ടല്ലോ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു ബൗളിലോട്ട് നമ്മൾ ചെറിയൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ട്രേയിലോട്ട് നമുക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ചെറിയ റവ ആണ് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് വലിയ സ്പൂണിന് 3 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലൊരു പാത്രം എടുത്തു. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മുട്ട ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി ഓരോ പഴവും എടുത്തിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൊടിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്യണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയെക്കാട്ടിലും നല്ല ടേസ്റ്റാണിത് കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്. നമ്മളിതിലോട്ട് മൈദയൊന്നും തന്നെ ചേർക്കുന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതേ രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇത് പൊരിക്കാൻ വേണ്ടിയുള്ള എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. പുറമേ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പഴംപൊരിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.